നമസ്കാരം. പതിരും കതിരും. അങ്ങനെ 26-ാം നാൾ പിണറായി വിജയൻ മാളത്തിൽ നിന്നും പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടു. നയപ്രഖ്യാപനത്തിലെ പോരായ്മകൾ പറഞ്ഞു. മക്കളെപ്പറ്റിയുള്ള നയം വ്യക്തമാക്കി മടങ്ങി. അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതായി സമ്മതിച്ചു. ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഒരു വാക്കുപോലും എന്നോട് ഈടി ചോദിച്ചില്ലെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ അന്തങ്ങൾ ഇങ്ങനെ കിടന്ന് കുത്തിമറിയുന്നത്? ലക്ഷ്യം മകൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭർത്തൃമതിയായ ഒരു സ്ത്രീ ഭർത്താവിനൊപ്പം അയാളുടെ വീട്ടിലാണ് സാധാരണ താമസിക്കുക. കെട്ടിച്ചയച്ചിട്ടും മകൾ എന്തുകൊണ്ടാണ് ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ താമസിക്കുന്നത് എന്നുള്ളത് അവരവരുടെ താല്പര്യമാണ്. അപ്പോൾ പിന്നെ ആ മകളെ ഒരു അന്വേഷണ ഏജൻസിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നാൽ ആ വീട്ടിലേക്കല്ലാതെ ഗോവിന്ദൻ്റെ തളിപ്പറമ്പിലെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? പിണറായി വിജയൻ അതിമനോഹരമായി സംരക്ഷിച്ചു പോരുന്ന കുളവും ചാണകത്തൊഴുത്തും ലിഫ്റ്റുമുള്ള ക്ലിഫ് ഹൗസിലേക്ക് എന്തുകൊണ്ടാണ് സതീശൻ മാറാതിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. പലവിധ മാരക മന്ത്രത്തകിടുകൾ അവിടെ പിണറായി വിജയൻ കുഴിച്ചിട്ടിട്ടുണ്ടാകും. എത്രയോ ഹോമങ്ങളും മന്ത്രവാദങ്ങളും നടത്തിക്കാണും അവിടെ. തങ്ങി നിൽക്കുന്ന സകല ബാധകളെയും ഒഴിപ്പിക്കാതെ ആ വീട്ടിൽ താമസിക്കാൻ കൊള്ളില്ല. മൂർത്തി പടിയിറങ്ങിപ്പോയാലും ചില ബാധകൾ അവിടെ തന്നെ ശേഷിക്കും. ക്ലിഫ് ഹൗസിലെ രഹസ്യങ്ങൾ അറിയാനായി മച്ചിൽ പൊറുക്കുന്ന മരപ്പട്ടിയുടെ കഴുത്തിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു? സ്വരാജ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പിണറായി വിജയനെ ഈടിക്ക് കൊത്തിക്കീറാൻ ഇട്ടുകൊടുക്കാൻ വേണ്ടി മാത്രമാണ് സതീശൻ കന്റോൺമെൻറ്റ് ഹൗസ് ഒഴിയാതിരുന്നത് എന്നാണ്. എന്തൊക്കെയായാലും പതിവിലും സന്തോഷവാനായിട്ടാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണാനെത്തിയത്. പാർട്ടി ജില്ലാ കമ്മിറ്റികൾ കൂടി തന്നെ നിലത്ത് നിർത്താതെ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ അറിയാം. എന്തായാലും ഇപ്പോൾ ഇ.ഡി. വേട്ടയ്ക്കിറങ്ങിയതോടെ ഇരവാദമുയർത്തി പിണറായി വിജയൻ തൻ്റെ നഷ്ടപ്പെട്ട കമ്മിപ്രീതി വീണ്ടെടുത്തു. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന ചോദ്യം വരുന്നതിന് മുമ്പ് ഇന്ന് ഇത് മതി, ബാക്കിയുണ്ടെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് തടി തപ്പി. ചുമയുണ്ടെങ്കിലും ചിരിച്ചു. ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നയാൾ മാറിയാൽ മാത്രമേ എനിക്കവിടെ താമസിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാണ് ചിരിച്ചത്. എന്തുകൊണ്ടാണ് സതീശൻ ഒഴിഞ്ഞു കൊടുക്കാത്തതെന്ന് ഇപ്പോഴും പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. എം സ്വരാജ് പറഞ്ഞത് ശരിയാണെങ്കിൽ കന്റോൺമെൻറ്റ് ഹൗസിലാണ് പിണറായി വിജയൻ താമസിച്ചിരുന്നതെങ്കിൽ ചില പരിരക്ഷകളൊക്കെ കിട്ടുമായിരുന്നു. ഇങ്ങനെ ഓടിച്ചെന്ന് കൊച്ചുവെളുപ്പം കാലത്ത് ഇ.ഡി. വീടിനുള്ളിൽ കയറുകയില്ലായിരുന്നു. റെയ്ഡ് വിഷയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സജി ചെറിയാൻ ചോദിക്കുന്നത് എന്തിന് 82 വയസ്സുള്ള ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ശല്യം ചെയ്തു എന്നാണ്. സജി ചെറിയാൻ അറിഞ്ഞായിരുന്നോ പിണറായി വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താനിറങ്ങിയ 10-18 പേരുടെ വീടുകളിൽ പ്രായമുള്ളവർക്ക് ഇപ്പോൾ കിടന്നുറങ്ങാനേ കഴിയുന്നില്ല. പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ചെല്ലുകയാണ്. ഇത്ര പ്രായാധിക്യത്തിൽ അവശതയിൽ കഴിയുന്ന മനുഷ്യനാണെങ്കിൽ എങ്ങനെ ചതഞ്ഞു കിടക്കുന്ന ഈ പാർട്ടിയെ പൊക്കിയെടുത്തു കൊണ്ടുവരും? ഇനി എന്തായാലും ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയാകാമെന്ന പ്രതീക്ഷ പിണറായി വിജയന് തൽക്കാലമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വലിയ മനപ്രയാസമില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 5 വർഷം കൂടി കിട്ടുന്ന പ്രിവിലേജ് ആസ്വദിച്ച് എങ്ങനെയെങ്കിലും പാർട്ടിക്കാരെ മറയാക്കി നിർത്തി രക്ഷപ്പെടാം. പിണറായി വിജയൻ്റെ വീടുകളിൽ പരിശോധന നടത്തിയിട്ട് ഒരു പൂടയും കിട്ടിയില്ലത്രേ. പച്ച മലയാളത്തിൽ ഞാൻ വേറെ വല്ലതും പറഞ്ഞേനെ എന്നൊക്കെയാണ് സജി ചെറിയാൻ പറയുന്നത്. ചെറിയാൻ്റെ കുന്തവും കുടച്ചക്രവും മാത്രം മതി എക്കാലത്തേക്കും നിങ്ങളെ ഓർക്കാൻ. ഇനി കൂടി വന്നാൽ പിണറായി ഭക്തി മൂത്ത് 10 തെറി കൂടി പറയുമായിരിക്കും. ഈ ചെറിയാനാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വീമ്പിളക്കിയത്. എഴുതി വെച്ചോ, കോൺഗ്രസിൽ കൂട്ട ആത്മഹത്യ നടക്കും, 3-ാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന്. എന്തായാലും ദൈവസഹായം കൊണ്ട് സജി ചെറിയാന് മാത്രം കയറെടുക്കേണ്ടി വന്നില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയാണ് പിണറായി വിജയന്. എന്തായാലും ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നതുകൊണ്ട് CPM-ൻ്റെ തോറ്റ MLA-മാരെ കൂട്ടമായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ജോയിയെ കണ്ടു, പ്രശാന്തിനെ കണ്ടു, കടകംപള്ളി സുരേന്ദ്രനെ കണ്ടു, ശിവൻകുട്ടിയെ കണ്ടു, എല്ലാത്തിനെയും തോൽപ്പിച്ച ഗോവിന്ദനെ കണ്ടു. റോഡിലിരുന്ന് നിരങ്ങുന്ന നിലയിൽ മേറൂട്ടിയെയും ഭർത്താവിനെയും കണ്ടു. തന്നെ വിമർശിച്ചവന്മാരെയെല്ലാം തൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തറയിലിരുത്താൻ പിണറായി വിജയന് കഴിഞ്ഞത് ഒരു വലിയ കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി ചത്തുകിടന്ന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ 18 എണ്ണം അകത്തുപോയി. ഈ സമരം കൊണ്ട് ലാഭമുണ്ടാക്കിയ ഒരേ ഒരാൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയാണ്. പിണറായി വിജയൻ്റെ കൃപാവരത്താൽ അയാൾക്ക് മെമ്പർഷിപ്പ് തിരിച്ചു കിട്ടി. പാർട്ടിയുടെ തോൽവി ചർച്ച ചെയ്യാൻ പ്ലീനം കൂടുന്നതായി ഒരു വാർത്ത നേരത്തെ കണ്ടു. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല സഖാക്കളെ. നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും സിദ്ധാന്തവും എല്ലാം കാലഹരണപ്പെട്ട് മനുഷ്യന് വേണ്ടാതായി. പിണറായി വിജയനും മകളും അവർക്കൊരു ED കേസും വന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ ആളെ ഇളക്കി നമുക്ക് തൽക്കാലം രക്ഷപ്പെടാം. ED വന്നതുകൊണ്ട് ഇലക്ഷൻ ഡിപ്രഷനിൽ നിന്നും രക്ഷയായി.